വൈക്കം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലും അന്നദാനത്തിന് തുടക്കം കുറിച്ച് നീഴൂർ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി. വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ അബ്ദുൽ സലാം റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ഹോസ്പിറ്റൽ CMO അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സൗദാമിനി അഭിലാഷ് ഭക്ഷണ വിതരണം നടത്തി. നഗരസഭാ കൗൺസിലർമാരായ പ്രസാദ് PD, മഹേഷ് MK എന്നിവർ പ്രസംഗിച്ചു. ഒരുമ നടത്തുന്ന പരിപാടികളിൽ ഇതിലുള്ള അംഗങ്ങളുടെ ഫ്ലെക്സ് ഫോട്ടോകൾ സാധാരണയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വയ്ക്കുന്ന ചിത്രങ്ങളിൽ നമ്മൾ കൈമാറുന്ന സമയങ്ങളിലൊക്കെയുള്ള ഫോട്ടോകളല്ലാതെ പൊതുപരിപാടികളിൽ ഇവരാരൊക്കെയാണ് എന്ന് നമുക്കറിയില്ല. അതിനുശേഷമാണ് ജോസേൻ ഇവിടെ വൈക്കത്തേക്ക് വരാൻ തുടങ്ങിയതും വൈക്കത്ത് ആശുപത്രിയിൽ ഭക്ഷണ വിതരണം മാത്രമല്ല, ഇപ്പോൾ കുറച്ച് മുമ്പ് സൂചിപ്പിച്ചു ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സഹായിച്ചു. അതുപോലെ തന്നെ 19 വയസ്സ് മാത്രമുള്ള ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലുള്ള ഒരു കുട്ടി, അവൻ്റെ കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖമുണ്ടായ സമയത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിരുന്നു. എനിക്കറിയാം. അതിന് ആദ്യമായിട്ട് മുൻകൈ എടുക്കുകയും ആദ്യമായിട്ടൊരു തുക സംഭാവനയായിട്ട് കൊടുക്കുകയും ചെയ്തത് ഒരുമ ചാരിറ്റബിൾ ട്രസ്റ്റാണ്. 2017 പ്രവർത്തനം ആരംഭിച്ച ഒരുമ ചാരിറ്റബിൾ ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റി 5 വർഷമായി വൈക്കം താലൂക്ക് ഹോസ്പിറ്റൽ, പാല ആയുർവേദ ഹോമിയോ ഹോസ്പിറ്റലുകൾ, ഉഴവൂർ KR നാരായണൻ ഹോസ്പിറ്റൽ, കൂടല്ലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ അന്നദാനം നടത്തിവരുന്നു. ഇതിനോടൊപ്പം നിർധന രോഗികൾക്ക് ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, പ്രകൃതി ദുരന്ത സമയത്ത് ദുരന്ത നിവാരണ സഹായം, ഒരുമയുടെ പാലിയേറ്റീവ് കെയറിലൂടെ അനേകം രോഗികൾക്ക് പാലിയേറ്റീവ് കെയറും ജീവൻ രക്ഷാ ഉപകരണങ്ങളും നൽകി വരുന്നു. കൂടാതെ നിർധന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠന സഹായവും നടത്തി വരുന്നുണ്ട്. ഭക്ഷണ വിതരണത്തിന് ഒരുമയുടെ പ്രസിഡന്റ് KK ജോസ് പ്രകാശ്, ഷിജു KC, ഷാജി അഖിൽ നിവാസ്, ജോയി മൈലംവേലി, ബിജുമോൻ മണിലാൽ, ദിലീപ് പ്രണവം, ഷീജ റോയിച്ചൻ, ശ്രുതി സന്തോഷ്, മാളവിക സന്തോഷ്, ദേവു സുരേഷ്, പ്രീതി പ്രകാശ്, സുബൈദ എന്നിവർ നേതൃത്വം നൽകി. i4 ന്യൂസ്, വൈക്കം.